നമസ്കാരം. വൈബ്സ് മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദീർഘകാലം വിവിധ സ്കൂളുകളിൽ മലയാള അധ്യാപകനായി സേവനമനുഷ്ഠിച്ചതും സംസ്കൃത പണ്ഡിതനുമായ ശ്രീ സുധാകരൻ മാഷാണ്. മാഷിനെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഷ നമസ്കാരം. നമസ്കാരം. പക്ഷേ ഞാൻ വന്നത് നമ്മുടെ ആനിക്കാട് കാഞ്ഞിരമറ്റം ക്ഷേത്രം, അതായത് കോട്ടയം ജില്ലയിലെ ധന്വന്തരി ഭഗവാന്റെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. അപ്പൊ അതിന്റെ ഐതിഹ്യത്തെ കുറിച്ചും മറ്റും ഇപ്പോൾ നിലവിൽ ആധികാരികമായി പറയാനും അതിനെപ്പറ്റി അറിയാവുന്ന ഒരാളാണ് മാഷ്. അപ്പൊ മാഷിൽ നിന്നും കുറച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ആകാം. അത് ഞാൻ അറിഞ്ഞതും ആളുകള് പറഞ്ഞു കേട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം. എന്നാൽ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടറിഞ്ഞതും അതിന് മുമ്പുള്ള കാര്യങ്ങൾ പൂർവികർ പറഞ്ഞു കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളും സമന്വയിച്ചുകൊണ്ടാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. നിങ്ങൾ ചോദിച്ചുകൊണ്ട് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പുന്നമറ്റത്തിൽ നീലകണ്ഠൻ വൈദ്യര് അല്ലെങ്കിൽ കണ്ടപ്പൻ വൈദ്യരിൽ നിന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്നയാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ ആരാധനാമൂർത്തിയായിട്ട് അല്ലെ ഉപാസനാമൂർത്തിയായിട്ടൂടെ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ദേവതയാണ്. അത് പ്രശസ്തനായ ഒരു വൈദ്യൻ എന്ന നിലയിൽ അന്നത്തെ കാലത്ത് ആ നാട്ടിൽ പ്രശസ്തനായിരുന്ന ആളാണ് ഈ നീലകണ്ഠൻ വൈദ്യർ. ആശുപത്രികളെല്ലാം വളരെ കുറവായിരുന്ന കാലത്ത് ആശുപത്രികളില്ല. അപ്പം ആളുകൾ ആശ്രയിച്ചിരുന്ന ഈ വൈദ്യരാ. അപ്പം അന്ന് അവിടെ എല്ലാം പ്രഗത്ഭനായിരുന്ന ഒരാളുമാണ്. അത് ഏത് കാലഘട്ടമാണ് മാഷോ? അത് ശരിക്കും എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഒരു 60 മുതലുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. 1960 മുതലുള്ള ഓർമ്മയാണ്. അന്ന് തൊട്ട് ആ ക്ഷേത്രം അവിടെ ഉണ്ട്. പക്ഷേ നമ്മുടെ 1960-കളില് ഇപ്പൊ മാഷ് പറഞ്ഞല്ലോ, ആ ക്ഷേത്രം അന്ന് ക്ഷേത്രമായിട്ടായിരുന്നു അതോ വെറുതെ ഒരു മൂർത്തിനെ ആരാധിച്ചു ശ്രീകോവില് പോലെ അല്ലെ? അപ്പൊ അന്നത്തെ ആ ശ്രീകോവിലിൽ നിന്നും ഇന്ന് ഈ കാണുന്ന ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്ര മാഷിന്റെ ഓർമ്മയിൽ ഒന്ന് വിവരിക്കാവോ? അത് ഇന്ന് കാണുന്ന പോലുള്ള ക്ഷേത്രത്തിന്റെ മാതൃകയല്ലെന്ന്. അന്ന് ഒരു ശ്രീകോവില് മാത്രം ആയിട്ട് ആയിരുന്നതിന്റെ കെട്ടിടത്തിന്റെ സ്ഥിതി. അപ്പം നീലകണ്ഠൻ വൈദ്യരുടെ താമസ സ്ഥലത്തിനടുത്തുള്ള അടുത്ത് തന്നെയാണ് ഇത്. അപ്പം അവിടെ ആരാധന കൃത്യമായിട്ടും പൂജകളും നടത്തിയിരുന്നത് വെളിയിൽ നിന്ന് ആളുകൾ വന്നു. വെളിയിൽ നിന്ന് ആളുകൾ വരുത്തിയാണ് പൂജകൾ ക്രമമായിട്ട് നടത്തിയിരുന്നത് ശരിക്കും. അപ്പം താന്ത്രികപരമായ പൂജകളാണ് നടത്തിയിരുന്നത്. അപ്പം ഈ ദേവതയെ ഞാൻ പറഞ്ഞല്ലോ, വൈദ്യരുടെ ഉപാസനാമൂർത്തിയായിട്ട് 100% ഉപാസിച്ചുകൊണ്ടിരുന്ന ഒരു ദേവതയാണ്. അപ്പൊ അതിന് പുറത്തുനിന്ന് ആളുകളെ വെച്ച് വേണ്ട വിധത്തിൽ ആ കാലങ്ങളിലാണ് ഉത്സവമൊക്കെ നടന്നിരുന്നത്. അപ്പൊ അന്ന് നമുക്ക് ഒരു ക്ഷേത്രം എന്ന് പറയാൻ, ഒരു ദേവൻ എന്ന് പറയാന് ഇതൊക്കെ ഉള്ളൂ. അതായത് എല്ലാരും അറിയുന്ന ഒരു ക്ഷേത്രം അതേ ഉള്ളൂ. അല്ല, അന്ന് ഉത്സവങ്ങളൊക്കെ അതെ, ഉത്സവമുണ്ട്. അന്ന് കാവടിയാണ് അവിടുത്തെ ഉത്സവങ്ങൾ. പല സ്ഥലത്തുനിന്നും ചെമ്പ്ളാവ് ഭാഗം, പിന്നെ കിടങ്ങൂര്, കഴുവങ്കോളം, ഇവിടുന്നൊക്കെ ഈ ആനയമ്പാരിയായിട്ട് കാവടി ആയിട്ട് എഴുന്നള്ളത്തായിട്ട് വരിക. 69-ലാണ് അവസാനത്തെ ഉത്സവം എന്നാണ് എൻ്റെ അതെ 69-ലാണ്. പക്ഷേ ഈ പറഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ശോചനീയാവസ്ഥകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ക്ഷേത്രം ഇപ്പൊ ഈ കാണുന്ന ഇപ്പം വിപുലീകരിച്ച് ക്ഷേത്രമായി. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വന്നതിനെ പറ്റി മാഷിന്റെ ഒരു നമ്മുടെ സമുദായത്തിന്റെ സെക്രട്ടറി ആയിട്ട് കെ വി രാജു സാറ് വരികയും ഞങ്ങള് വളരെ ക്ലോസ് ആയിട്ട് ഉള്ളൊരു കാലമാണ്. അപ്പം ഞാൻ സംഗതി വശാൽ സാറിനോട് ചോദിച്ചു, സാറേ നമുക്കൊരു ക്ഷേത്രവും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇതിനെപ്പറ്റി വല്ലതും അറിയാവോ? അതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ലല്ലോ. അത് നമുക്ക് അതെവിടെയാ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ആനിക്കാടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അവിടെ ഒന്ന് കാണാൻ പോകണമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ കാണാൻ പോയി. അത് മുഴുവൻ കാടാ. അപ്പം കാപ്പി, കുരുമുളക്, തെങ്ങ് ഇതെല്ലാം നിൽക്കുക. കുരുമുളകെല്ലാം നിറച്ചുണ്ട്. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ താമസിക്കുന്ന ആള് ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, ഞങ്ങള് സമുദായത്തിന്റെ ആളെന്ന് വെച്ചാൽ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല.
അപ്പൊ ഇത് മിക്കവാറും നമ്മള് ആ ആ കൈയടക്കാൻ അവിടെ അപ്പൊ അവിടെ സാധ്യതയുണ്ട്. ആൾക്കാർ താമസിക്കുന്നുണ്ട് അതെ, അല്ലേ? ഈ പെങ്ങളെ മകൻ ഇത് താമസിക്കുന്നുണ്ട്. നോക്കാനായിട്ട് ഏൽപ്പിച്ചതാ. അത് ഏത് കാലഘട്ടങ്ങളാ? 90 ശേഷം? 90 ശേഷം. ആ ശേഷം അപ്പൊ അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് അല്ലേ? അതെ, അന്ന് താമസിപ്പിക്കാൻ ഇവരെ അവിടെ താമസിപ്പിച്ച ഈ ക്ഷേത്രം നോക്കാൻ പറ്റും. അപ്പൊ അവിടുത്തെ വരുമാനവും വസ്തുവകളൊക്കെ അവർ അപ്പം ഈ കൈകാര്യം ചെയ്തു പോലും. ഈ ശ്രീകോവിൽ മുഴുവൻ ഇടിഞ്ഞ് പൊളിഞ്ഞു കിടന്നു. പൂജകളൊന്നുമില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ് മൊത്തം കിടക്കുക. അപ്പൊ അതിനകത്ത് നിന്ന് ഒരു മരം ഇങ്ങനെ വളർന്ന് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുക. വലിയ മരമല്ല, ഒരു പട്ട പോലത്തെ ഏതാണ്ട് വേറൊരു സൈസ് മരമാണ്. ഒരുപാട് വീടുകളൊക്കെ. അപ്പം രാജു സാർ ഇങ്ങനെ പറഞ്ഞു, ഇതൊരു നല്ല സ്ഥലമാണല്ലോ, ഇത് എങ്ങനെയാ? അപ്പം അവിടുത്തെ ആളുകൾ ഞങ്ങളോട് സഹകരിക്കാൻ അത്ര താല്പര്യമില്ല. അപ്പൊ അവർക്ക് തോന്നി അവരുടെ കൈവശത്ത് നിന്ന് വിട്ടുപോകോ എന്നൊരു പേടിയായിരിക്കും. അപ്പം രാജു സാർ പറഞ്ഞു, ഇങ്ങനെയാണ് നമുക്കിത് തിരിച്ചു പിടിക്കണം എന്ന് വെച്ച് സാർ എന്ത് ചെയ്തു, ഇതിന്റെ ആധാരം പാലാ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ആധാരത്തിന്റെ കോപ്പിയെല്ലാം എടുത്തപ്പം സംഭവം ശരിയാ. അപ്പൊ അവിടെ ഈ ക്ഷേത്രത്തിലേക്ക് റോഡ് വെട്ടാൻ വേണ്ടി അവിടുത്തെ ക്രിസ്ത്യാനികൾ സമ്മതിക്കാത്തതുകൊണ്ട് PC കൃഷ്ണദാസ് അന്നത്തെ ദിവാനായിരുന്ന നമ്മുടെ ഇങ്ങനെയുണ്ടല്ലോ CP രാമസ്വാമിയുടെ അടുത്ത് നേരിട്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കേസം. അപ്പോഴത്തേനും മിലിറ്ററിയെ വിട്ടിട്ടാണ് ആ റോഡ് വെട്ടിയത്. എന്നിട്ട് അവിടെ ഒരു ആ ജംഗ്ഷനിൽ, കാഞ്ഞിരപ്പള്ളി ജംഗ്ഷനിൽ ഒരു നീളത്തിട്ട് കല്ല് എഴുതി വെച്ചിട്ടുണ്ട്, സത്യനാരായണ ക്ഷേത്രത്തിലേക്കുള്ള റോഡ്. അങ്ങനെ സംഭവിച്ചു. അപ്പൊ അത്രയും പ്രഗത്ഭന്മാരായിരുന്നു നമ്മുടെ സംഘടനാ നേതാക്കള്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും പ്രാധാന്യ ക്ഷേത്രത്തിന് അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ പിന്നെ എങ്ങനെയാണ് ഈ ക്ഷേത്രം ഭരതമഹാസഭ എന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിലെ ഭരണം കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലേക്ക് വരുന്നത്? അതിനെപ്പറ്റി ഈ സമുദായ സംഘടന എന്നുള്ള ഒരു ലേബലിൽ പൊതുവായിട്ട് നമ്മുടെ ആൾക്കാർക്ക് സമുദായം അല്ലെങ്കിൽ അങ്ങനെ സംഘടനയെ കുറിച്ച് ഒരവബോധമില്ല. പക്ഷെ അതിന് മുമ്പായിട്ട് തന്നെ ഇതിന്റെ പ്രവർത്തനം നേതാക്കന്മാരെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതിനെപ്പറ്റിയൊന്നും നല്ല ഗ്രാഹ്യങ്ങളൊന്നും ആർക്കും ഇല്ല. അങ്ങനെ കുറെ പ്രഗത്ഭരായ ആളുകൾ പ്രവർത്തനം അങ്ങോട്ട് തുടങ്ങി. അത് തുടങ്ങാൻ കാരണം ഈ 36 സെന്റ് സ്ഥലവും ഈ ക്ഷേത്രവും കൂടെ ഭരതർ മഹാജനക്ക് ജനസഭയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ PC കൃഷ്ണദാസ് അന്നത്തെ ബിയക്കാരന്, അതായത് അന്നത്തെ ദിവാനുമായിട്ട് വളരെയധികം അടുത്ത ആളാണ്, ഗവൺമെന്റുമായിട്ട് വളരെ അടുത്ത ആളാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലോട്ടുള്ള റോഡൊക്കെ അവിടെ മിലിറ്ററിയെ നിർത്തി വെട്ടിച്ച അത് ചരിത്രന്മാരെ. അപ്പം അങ്ങനെ അന്ന് മുതലാണ് ഈ സമുദായത്തെ ബലപ്പെടുത്താൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ത്രീകളൊക്കെ അവിടെ കാതിലെയും കഴുത്തിലും എല്ലാം ഊരി സ്വമേധയെ കൊടുക്കുമായിരുന്നു ഈ സംഘടനയ്ക്ക് വേണ്ടി. അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അന്നത്തെ നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആളുകളാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സത്യസന്ധരും നമ്മുടെ സമുദായത്തിന് വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചവരാ. അപ്പം വൈദ്യര് അവസാനം ബുദ്ധിമുട്ടി വന്നപ്പോഴത്തേനും ഈ വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഈ ക്ഷേത്രം ഇതെല്ലാം ഈ ക്ഷേത്രത്തിലെ വസ്തുവകളും എല്ലാം കൂടെ കടങ്ങൂർ ശാഖ, അന്നത് കടങ്ങൂർ ശാഖയാണ്, കടങ്ങൂർ ശാഖ സെക്രട്ടറിയെ ഏൽപ്പിച്ചു. അതെല്ലാം ലിസ്റ്റ് ചെയ്ത് അതിനകത്തുള്ള ഉരുളി, വിളക്ക്, സകല സാധനങ്ങൾ, ആ വെള്ളിപ്രഭ, ഇതെല്ലാം വെള്ളിപ്രഭയായിരുന്നു അന്ന് പൂജിച്ചിരുന്നത്. ഭഗവാന്റെ രൂപമല്ല, ഒരു വെള്ളിപ്രഭയാണ് ഉണ്ടായിരുന്നു. അതൊരു 1/2 കിലോയുടെ അത്രയും വരുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് ഈ സെക്രട്ടറി ഏൽപ്പിച്ചു. ഈ വസ്തുവും പിന്നെ ഈ ക്ഷേത്രവും എല്ലാം പരിപാലിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ പെങ്ങളുടെ ഒരു മകൻ ഏൽപ്പിച്ച് അവരവിടെ ഒരു വീട് കെട്ടി താമസിക്കാൻ ഏൽപ്പിച്ച് അവരവിടെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു 36 സെന്റ് സ്ഥലമുണ്ട്, അത് ക്ഷേത്രം ഉൾപ്പെടെ. അതിനകത്ത് കുരുമുളക്, തെങ്ങ്, ഒരു 2-3 ആഞ്ഞിലിയുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ആഞ്ഞിലുണ്ടായിരുന്നു. അത് പിന്നീട് നമ്മുടെ ഒരു പ്രസിഡന്റ് അത് വെട്ടിക്കൊണ്ടുപോയി. ആളിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് വരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ ആ വരുമാനം കണ്ടുകൊണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് വന്നു. അതെ. അപ്പം ഇതിനെപ്പറ്റി പിന്നെ അത് ഒരടഞ്ഞ അധ്യായമായിട്ട് പിന്നീട് ഇതിനെപ്പറ്റി യാതൊരു അനക്കമില്ല. വർഷങ്ങളോളം അങ്ങനെ കിടന്നു. അങ്ങനെ കിടന്നപ്പം ഞാനിവിടെ താമസിക്കാൻ വരും. അത് ഏതാണ്ട് 90 ശേഷം 85-90
അപ്പൊ അങ്ങനെ എൻ്റെ വീട് ഇവിടെയല്ല, പാലായ. പാലായില. മാഷ് സേവനമനുഷ്ഠിച്ചൊക്കെ പാലാ ഏരിയയിലല്ലേ ഇല്ല, അധ്യാപകൻ? ഞാൻ ഈ ജില്ലയിൽ ഞാൻ എൻ്റെ സർവീസ് മുഴുവൻ മലബാറില്ല. പക്ഷെ അപ്പം KV രാജു സാറും മാഷും കൂടെ നടത്തിയ ചില ഇടപെടലുകളിലാണ് പിന്നീട് ഈ ക്ഷേത്രം മുന്നിലേക്ക് വരാനുള്ള, അല്ലെ? അങ്ങനെയാണ്. അപ്പം ഈ മാഷ അന്ന് ആരൊക്കെയാണ് മാഷ അന്ന് ഈ ഒരു കാര്യത്തിനോട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ? അവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആർക്കും അങ്ങനത്തെ ഒരു കാര്യം അറിയില്ല. രാജു സാർ തന്നെയാണ്. കാരണം എനിക്ക് ജോലിക്ക് പോകണം, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇവിടെ വരുമോ. അപ്പം ഇത് സാറിനെ ഏൽപ്പിച്ചു, ഞാൻ ഈ മിനിറ്റ്സും എല്ലാം സാറിനെ ഏൽപ്പിച്ചു. അതിനകത്ത് എല്ലാം കറക്റ്റായിട്ട് പുള്ളി വായിച്ചെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഇത് നമ്മുടെ സഭയ്ക്ക് ഒരു സെറ്റായിട്ട് എടുക്കണം എന്ന് പുള്ളിക്ക് തോന്നി. പുള്ളി തന്നെ അതിന് സാമ്പത്തികം, ശരീരം കൊണ്ടും സാമ്പത്തികം കൊണ്ടും മനസ്സുകൊണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ സഭയിലൊക്കെ ആയി കഴിഞ്ഞ് ഇതിൻ്റെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് ബോർഡ് എല്ലാം കൂടെ തീരുമാനിച്ചു കാണുമായിരിക്കും. എനിക്കിതിനെ പറ്റി അറിയില്ല, കാരണം അന്ന് ഞാനിവിടെ സ്ഥലത്തില്ല, ഞാൻ ആഴ്ചയിൽ വരുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളിത് സമുദായം എല്ലാം കൂടെ കൂടി ഇത് ഈ ക്ഷേത്രമൊക്കെ സംരക്ഷിച്ചെടുത്ത നല്ലതാണ്, എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന രേഖ ഇതേ ഉള്ളൂ, അത് ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. പിന്നെ അവരൊക്കെ പ്രവർത്തിച്ചു കാണും. അങ്ങനെ പ്രവർത്തിച്ച് ഇത് അങ്ങേര് രാജു സാറ് കണിപ്പീരിനെ കാണാൻ പോയി. കണിപ്പീരിനെ കാണാൻ പോയിട്ട് കണിപ്പീര് വന്ന് സ്ഥലമെല്ലാം നോക്കി. അപ്പം കണിപ്പീര് പറഞ്ഞു, ഇത് സ്ഥലത്തിന് കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ആ കുഴപ്പം തീരണമെങ്കിൽ കുറേ വഴിപാടുകളുണ്ട്, അതിന് ശേഷം ഇവിടെ നമുക്ക് കുറ്റിയടിക്കാൻ പറ്റത്തുള്ളൂ, സ്ഥാനം കാണാൻ പറ്റത്തുള്ളൂ. അപ്പം കുറെ വഴിപാടുകളെല്ലാം പുള്ളി കുറിച്ചു. അത് ഗുരുവായൂർ ക്ഷേത്രം മുതലാണ്. ഗുരുവായൂർ ക്ഷേത്രം മുതൽ ഇങ്ങോട്ട് മണർകാട് കാവ് വരെ ഉള്ള ക്ഷേത്രങ്ങൾ. അപ്പൊ ഈ നമ്മളങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അവർ കുറെ കൂടോത്രങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ താമസിക്കുന്നത് ശക്തമായ കൂടോത്രങ്ങൾ. അരുവായി കൊണ്ടൊക്കെ വെട്ടാനൊക്കെ ഓടിച്ചതാ ഈ രാജു സാറിനെ ആൾക്കാരെ എല്ലാം കൂടെ. അരുവ എല്ലായിടത്തും അവരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ പിന്നെയുള്ള ശ്രമമാണ്. അത് കഴിഞ്ഞ് ഈ കുറ്റിയടിക്കാനുള്ള സംവിധാനമൊക്കെ വന്നപ്പോൾ പ്രശ്നം ഗുരുതരമായി. സംഘർഷാവസ്ഥ വലുതായി. അതൊക്കെ പിന്നെ ഈ പരിഹാര ക്രിയകളൊക്കെ കുറേയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇനി ഒരു ഫുൾ ബസ്, ഒരു ടൂറിസ്റ്റ് ബസ് പിടിച്ച് അവിടെയുള്ള ഈഴവരായിട്ടുള്ള കുറെ ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെ, ഞങ്ങളൊരു ഫുൾ ബസ് പിടിച്ച് ഗുരുവായൂർ പോയിട്ട് അവിടെ മുതലുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടായിട്ടും ഉള്ള മുഴുവൻ നടത്തി ഇവിടം വരെയുള്ളതുണ്ട്. അപ്പം അതൊന്നും നമ്മുടെ ഈ സമുദായത്തിലുള്ള എല്ലാ ആളുകളും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. അന്ന് ഈഴവരും നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെ? അവരും കൂടെ അതുണ്ടാകാൻ കാരണം ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന കാലത്ത് അവിടെ വിളക്ക് എത്തിച്ചുകൊണ്ടിരുന്ന അവിടെയുള്ള ഈഴവ സ്ത്രീകളാണ്. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ നമ്മുടെ ആളുകൾ കുറവാണ് ബസ്. അപ്പം ഇവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ ഇതിനകത്ത് വരുന്നേ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇതേ കണ്ടകുമ്മ ഇതിലുള്ള കാലം ഞങ്ങൾക്കറിയാം. ഇതിപ്പം ഈ ഭഗവാനെ സേവിക്കുന്നതിന്റെ ഗുണം ഞങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം, ഞങ്ങളുടെ നാട്ടുകാർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങള് അത് ഭഗവാനെ വിടാതെ ഞങ്ങള് എല്ലാ സമയങ്ങളിലും വേണ്ട പൂജകൾ കൊടുക്കാൻ പറ്റില്ല, വിളക്ക് ഞങ്ങൾ വെച്ചോണ്ടിരിക്കും. അത് ആ നാട്ടുകാരായ ഞങ്ങൾ നിലയിൽ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇതുമായിട്ട് വിട്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്കൊരു അത്ഭുതം തോന്നി, അവരത്രയും ഉത്സാഹത്തിലാണ്. അപ്പൊ അങ്ങനെ ആണ് ഞങ്ങൾ ആ വഴിപാടുകളെല്ലാം നടക്കുക. അത് ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ക്ഷേത്രം ഇങ്ങനെ പണിയാനും സ്ഥാനം നോക്കാനും ഒരു കാരണം ഉണ്ടായി. അതാണ് പ്രധാനം. അത് പറഞ്ഞില്ല. അപ്പം കാരണം നമ്മുടെ തെക്കന്തല ഭഗവതി ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രമല്ലേ, തെക്കന്തല ക്ഷേത്രത്തിൽ കൊടിയേറ്റിയപ്പം കൊടി പൊട്ടിപ്പോയി. അപ്പം എന്ത് ചെയ്തു, കൊടിയേറ്റു ഉത്സവം തടസ്സപ്പെട്ടു. അപ്പൊ അവിടെ ഈ പ്രശ്നം വെച്ച് നോക്കിയപ്പം അവര് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ അടുത്ത് ഒരു ക്ഷേത്രം ജീർണിച്ച് കിടപ്പുണ്ട്. അവിടുത്തെ ഭഗവാൻ ഇവിടെ ഒരു ആലിന്റെ മുകളിലായിപ്പോയിരിക്കുന്നു വർഷങ്ങളായിട്ട്. അത് ഏതാണ്ട് 2-3 വർഷം കൊണ്ട് ഈ ആലിന്റെ ആ കൊമ്പണെല്ലാം ഉണങ്ങിപ്പോകും. ആ രീതിയിലാകുക. അപ്പൊ ആ ഭഗവാന് ഒരു സ്ഥാനം
ഇല്ലാതെ ഇവിടെ ഉത്സവം നടത്തണ്ട. അപ്പൊ ഈ NSSകാരുടെ വകയത്. അപ്പൊ അവർക്ക് ഒരു സംശയം, അങ്ങനെ ഒരു അമ്പലം ഏതാ, അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു അമ്പലമാണല്ലേ അറിയത്തില്ല, പുതുതലമുറയ്ക്ക് ഒട്ടും അറിയത്തില്ല. ഇതൊരു ശ്രീകോവിൽ പോലെ ഇങ്ങനെ ഉണ്ടായിട്ട് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് കാടായിട്ട് കിടക്കുന്ന സ്ഥലം. അവരിങ്ങനെ അന്വേഷിച്ച് ഈ സ്ഥിതി തന്നെയാണ് ശങ്കരനാരായണ ക്ഷേത്രം അതിന്റെ അപ്പുറത്തെ SNDPയിലും വരുന്നത്. അപ്പം അവിടെ ഈ പ്രശ്നം ഉത്സവം നടത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇത് ഏതാ അമ്പലം എന്ന് അറിയത്തില്ല. അങ്ങനെ അവരെന്ത് ചെയ്ത് അന്വേഷിച്ച് ചെന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നോ, അത് എവിടെയാണ്, എങ്ങനെയോ ഒരു രാത്രി സമയത്ത് രാജു സാറിന്റെ വീട്ടിൽ ഒരു 5-6 ആൾക്കാർ വന്നു. ചോദിച്ചു, അപ്പം താങ്കളാണോ ഈ ഭരതർ മഹാജന സഭയുടെ ആള് എന്ന് ചോദിച്ചു. അപ്പൊ അത് പരവരുടെ ഒരു സംഭവം ഉണ്ടെന്ന് ആരോ അന്വേഷിച്ചപ്പോഴത്തേനും അങ്ങനെ അങ്ങോട്ട് അറിഞ്ഞതാ. അങ്ങനെ അറിഞ്ഞാൽ നമുക്കറിയില്ല. അവൻ പറഞ്ഞു, ശരി ഞാനാ. എങ്കിൽ ഒരു കാര്യം ചെയ്യും, വരുന്ന മാസം തെക്കുംതല ക്ഷേത്രത്തിൽ നിങ്ങൾ വരണം. അപ്പൊ അവിടെ ഒരു വിളക്ക് കൊടുക്കണം, അവിടെ ഹോമമുണ്ട്, അത് പങ്കുചേരണം. അപ്പൊ ആദ്യം പുള്ളിക്ക് മനസ്സിലായില്ല. ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളോടൊക്കെ പറഞ്ഞു, കാരണം എനിക്ക് ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അത്ര ക്ലോസ് ആയിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞു. അന്ന് അവിടെ വിളക്കും സമർപ്പിച്ച് 101 രൂപയോ ഏതാണ്ട് ഇത് വെച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ പ്രശ്നം വെക്കുക. പ്രശ്നത്തിൽ പറഞ്ഞു, ഇവിടെ ആ ഭഗവാനെ അവിടെ ഇരുത്താതെ ഇവിടെ എങ്ങും ഒരു ഉത്സവം നടത്താൻ പറ്റത്തില്ല. ഈ ദേശത്തുള്ള മറ്റു ക്ഷേത്രങ്ങളിലൊന്നും പറ്റത്തില്ല. ഇതൊരു പ്രധാന ആളല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങള് ഇത് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ഇവിടെ ഇപ്പോൾ എത്ര രൂപ വെക്കുന്നോ അതിന്റെ 12 ഇരട്ടിയോ ഞങ്ങളുടെ ആ ക്ഷേത്രത്തിലുണ്ട്, ഈ ക്ഷേത്രത്തിന് കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പം 1001 രൂപ കണ്ട പുള്ളി വെച്ചെന്ന് തോന്നുന്നു. കാരണം അന്നേരം ഉണ്ടായിരുന്ന പൈസ വെച്ചത് ഒക്കെ പിന്നീട് പുള്ളി പറഞ്ഞത്. അപ്പം വേറെ കാര്യമില്ലായിരുന്നു. അങ്ങനെ അത് വെക്കുകയും ഇങ്ങനെയാണ് അവിടെ ക്ഷേത്രം പണിയണം എന്നുള്ള അത്യാവശ്യം നമ്മളെക്കാൾ കൂടുതൽ മറ്റ് അവിടുത്തെ അവര് പറഞ്ഞ് ഞങ്ങൾ എന്ത് സഹായം ചെയ്യാം അങ്ങനെ പറഞ്ഞ്. എന്നിട്ടാണ് ഈ കണിപ്പീരെ ചെന്ന് കാണുന്നത് രാജു സാർ. അങ്ങനെയാണ് പറഞ്ഞത്, നമുക്ക് ഈ സ്ഥലശുദ്ധി നടത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യമായിട്ട് ഇവരെ ഒഴിപ്പിക്കണം, അതിനുശേഷം മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒഴിപ്പിച്ചെടുക്കാൻ ഒത്തിരി പ്രശ്നമായി, കേസും ഒക്കെ. അത് പിന്നെ അവരൊക്കെ അങ്ങ് നടത്തി. ഞാനിതൊക്കെ ഇടയ്ക്ക് അറിയുന്നത് ഇവിടെ വരുമ്പോ ഉള്ള അറിവേ എനിക്ക്. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മള് വഴിപാടുകളെല്ലാം പിന്നീട് ദേവപ്രശ്നം നടത്തിയെന്ന് പറഞ്ഞു. അതെ, ദേവപ്രശ്നം പിന്നീടാ. സ്ഥലശുദ്ധി എല്ലാം കഴിഞ്ഞിട്ട് ദേവപ്രശ്നം, കുറുമുള്ളൂർ ബാലന 3 പേരാ. അപ്പം ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞത്, ഈ ക്ഷേത്രം പണിയാൻ ഉത്സാഹിക്കുന്നവരും ആ കുടുംബത്തിൽപ്പെട്ട ആളുകളും അപകടം വരും. കാരണം ഈ ഭഗവാൻ ഞാൻ കേട്ടിട്ടുണ്ട് മാഷെ, ഞാനൊന്ന് പറയണം. അപ്പൊ ഈ KV രാജു സാറിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആണ് ഒരു. അപ്പം KV സാർ അത് പറയാം. അപ്പൊ ഈ പ്രശ്നം നടക്കുമ്പം ഈ KV രാജു സാറിന്റെ വലത് കൈ ഒടിഞ്ഞായിരിക്കും, പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ കഴുത്താൽ കെട്ടിക്കൊണ്ടായിരുന്നു. അപ്പൊ ഈ 5 മരണമാണ് പറഞ്ഞിരിക്കുന്നത്. അത് അതിന്റെ കാരണം എന്താ, ഈ ഭഗവാന് എന്നെ ഇത്രയും കാലം കഷ്ടപ്പെടുത്തിയതിന്റെ പാപം ഭാരം ഇവര് അനുഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ക്ഷേത്രം പണിത് കഴിഞ്ഞാൽ 101 ശയന പ്രദക്ഷിണം വേണം. അതിന്റെ പണിത ആൾക്കാരും ഇതിന്റെ ആൾക്കാരും എല്ലാം കൂടി. അപ്പം അതും പറഞ്ഞു. അപ്പം ഇത് ജ്യോത്സ്യം ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കാലം ആയി ഇത് നിങ്ങളിവിടെ? അപ്പം ഈ ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവൻ പറഞ്ഞു, ഒരു 70-80 ബാലൻ പറഞ്ഞതല്ല, ഇവിടെ 700 വർഷം മുമ്പുള്ളതാണ് നമ്മളെ പ്രശ്നത്തിൽ കാണുന്നത്. അപ്പം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാന്നറിയോ, ഇത് വെറും ഒരു സ്ഥലമല്ല, ഇവിടെ ഈ ദേവതകള് ദേവിമാരൊക്കെ ഈ ഊഞ്ഞാൽ കെട്ടി ആടിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ് അവിടെ. അങ്ങനെയാണ് ഇത് കാണുന്നത് അവിടെ. അതുപോലുള്ളൊരു പ്രദേശം, അതിന്റെ ഐശ്വര്യം അവിടെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഐശ്വര്യമുള്ള സ്ഥലം. അതിപ്പോഴാണ് നമുക്കത് മനസ്സിലാകും. പുള്ളി പറഞ്ഞ ഇതിലൂടെ അങ്ങനെ
ദേവതകള് ഊഞ്ഞാൽ കെട്ടി ആടിക്കൊണ്ടിരുന്ന പ്രദേശം അതാണ്. അവരുടെ സ്വൈരവിഹാരം സ്വൈരവികാരം ഉള്ളതാണ്. അതൊരു 700 വർഷത്തിന് മുമ്പ് വരെ ഇത് കാണുന്നു പറഞ്ഞു. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ നമ്മൾ വിശദമായിട്ട് നോക്കിയാൽ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പം അതുപോലുള്ള സ്ഥലമായത്. അപ്പം ഇത് സംരക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞാൽ ദേവപ്രശ്നം 3 ദിവസം, ഇത് 3 ദിവസം കൊണ്ട് പോരാ. കാരണം അവർക്ക് വൈക്കത്ത് ദേവപ്രശ്നം പിറ്റേ ദിവസം ഉണ്ട്. അപ്പം 3 ദിവസം കൊണ്ട് അവർ നിർത്തിയിട്ട് പോവല്ലേ. അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പണി അങ്ങോട്ട് തുടങ്ങിയത്. അതാണ് അതിന്റെ ചരിത്രം. അപ്പം പാല, നീലച്ചിൽ, പൈക, നമ്മളെ പിന്നെ ഉഴവൂരായി ഏറിയാലുള്ള ഒരു മുഴുവൻ അവിടെ വന്ന് കിടന്ന് പണിയായിരുന്നു. താമസിച്ചു പെണ്ണുങ്ങളും ആണുങ്ങളും. കാരണം എന്ന് വെച്ചാൽ മുകളിൽ ഇതെല്ലാം കയറ്റണ്ടേ. അവർ സ്ഥിരം മാസങ്ങളോളം വന്നു കിടന്നു. കാരണം പിരിവ് അധികം കിട്ടുന്നില്ലല്ലോ. പരമാവധി സ്വപ്രയത്നം കൊണ്ട് പരമാവധി നമുക്ക് സാമ്പത്തികം ലാഭിക്കാന്നുള്ള പരിപാടി കൊണ്ട് പിന്നെ ഡൊണേഷൻ പിന്നെ നമുക്ക് വണ്ടമ്പാറ ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 1 ലക്ഷം രൂപ ഏതാണ്ട് തരാമെന്നിങ്ങനെ പറഞ്ഞു. അവിടെ താമസിക്കുന്നവരൊക്കെ ഒഴിപ്പിച്ചു. പിന്നെ പക്ഷെ അപ്പം ഈ ധന്വന്തരി ക്ഷേത്രത്തിലെ പൂജകളെ പറ്റി, വഴിപാടുകളെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പം ധന്വന്തരി പൂജ, ധന്വന്തരി ഹോമം, പുത്രകാമേഷ്ടി യോഗം, പിന്നെ അമൃത കുംഭാഭിഷേകം, അപ്പൊ ഇങ്ങനെയുള്ള വഴിപാടുകളെ പറ്റി മാഷിന്റെ ഒരു അതായത് വഴിപാടെന്ന് പറയുമ്പോൾ ധന്വന്തരി പൂജ എന്ന് പറയുമ്പോഴത്തേന് അത് തികച്ചും നമ്മുടെ മാനസികം ശാരീരികമായിട്ടുള്ള രോഗശമനത്തിനാണ്. രോഗശമനത്തിനാണ് ധന്വന്തരി ഹോമങ്ങളൊക്കെ നടത്തുന്നത് പറഞ്ഞാൽ അത് സർവ്വ ഐശ്വര്യങ്ങളും അത് പ്രദാനം ചെയ്യുന്നു. ധന്വന്തരി പൂജ എല്ലാ മാസവും എപ്പോഴും നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രോഗപ്രതിരോധം ആണ് അതിന്റെ പ്രധാനം. പിന്നെ പിന്നെയുള്ളത് പുത്രകാമേഷ്ടി. അതായത് പുത്രകാമേഷ്ടി എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികളില്ലാത്ത ആളുകൾക്ക് അങ്ങനെ കുട്ടികൾ ഉണ്ടായതായിട്ട് നമുക്ക് പറയുന്നുണ്ട്. ആളുകൾ പലരും പറയുന്നുണ്ട്. അപ്പൊ അവിടെ അടുത്തുള്ള ആളുകളിന് ഒരു ക്രിസ്ത്യൻ കുടുംബത്തില് ക്യാൻസർ ആയിരുന്ന ഒരു ആളുടെ അത് മാറിയിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. അത് അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പം ഇനി അമൃതകുംഭ അഭിഷേകം, കലശാഭിഷേകം, അത് സർവൈശ്വര്യ അഭീഷ്ടങ്ങളും ആണ്. അപ്പം ഭഗവാന്റെ കയ്യിലിരിക്കുന്ന അമൃതകുംഭം തന്നെയാണല്ലോ. അതിൽ നിന്ന് ഒരു തുള്ളിയെങ്കിലും നമുക്ക് കിട്ടും. അത് എല്ലാ വഴിപാടുകളും നമ്മുടെ മനസ്സിന്റെ ഭക്തി സാന്ദ്രത എത്രമാത്രം ഉണ്ടോ അതനുസരിച്ച് കിട്ടത്തുള്ളൂ. അതൊക്കെയാണ്. അപ്പൊ മാഷെ ഇത്ര നേരം ഞങ്ങളുടെ വൈസ് മീഡിയ ചാനലിന് ഈ ധന്വന്തരി ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തതിന് വളരെ നന്ദി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഉത്സവമാണ് വരാൻ പോകുന്നത്. ഏപ്രിൽ 26-28 ഉത്സവമാണ് വരാൻ പോകുന്നത്. മാഷിന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ധന്വന്തരി മൂർത്തിയുടെ അനുഗ്രഹങ്ങൾ എല്ലാ ദേശവാസികൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. നന്ദി.